ഇത് ഒരു ആഘോഷ ചിത്രമല്ല, ഞങ്ങൾക്കുണ്ടായ ഒരു ചെറിയ അനുഭവം മാത്രം. എന്തടേ സമയത്ത് വരാത്ത ഡേടേ കുഞ്ഞു അവനെങ്ങ് വരൂടെ? ആ എന്നാ കൊള്ളാം. ഡേടേ നില്ലടേ. എന്തുവാടേ നീ എവിടെയായിരുന്നു? സോറിയാ ലേറ്റായി പോയി. ആ പിന്നെ എല്ലാം റെഡി അല്ലേ? വിളിച്ചോ ദിലീപേട്ട എപ്പോൾ എത്തുന്നു ചോദിച്ചേ? ഞാൻ വിളിച്ചായിരുന്നല്ലയാ, ഒന്നും കൂടെ വിളിച്ചു നോക്കാം. ആ റിസ്ക, ഹലോ. ആ എവിടെ എത്തി? ആണോ? ആ ഇവിടെ എല്ലാം ഓക്കെയാണ്. ഓക്കെ ഡാ 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 ദിലീപേട്ട എത്താറായി. കാര്യം ചെയ്യ്, അല്ലേ നിങ്ങൾ വാ. സ്വപ്നമായിരുന്ന വെറുതെ മോഹിച്ചു. മോശനാണല്ലോ. പറയടാ എവിടെയാടാ നീ? അല്ല ഞാൻ എഴുന്നേറ്റടാ. ഉറങ്ങുന്നൊന്നും ഇല്ലടേ. ആ ഇല്ലടാ, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ആ ഓക്കെ. എന്തായാലും നീ റെഡി, എല്ലാവരും അവിടെ സെറ്റ് അല്ലേ? ശരി ഞാൻ ഉടനെ എത്താം. വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 കൂടുതലുണ്ടവനോടാവരുത്. അയ്യോ പപ്പിച്ചേ, വിളിച്ചേട്ടാ. ആ 2:30 എത്തിയാൽ മതി. പിന്നെ അനുമോൾ ഉണ്ടാവില്ലേ? ആ ഞങ്ങളുടെ ഉണ്ടാവും. ആ ശരി ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ജനപ്രിയ നായകൻ ദിലീപേട്ടൻ്റെ നാളെ റിലീസിനൊരുങ്ങുന്ന സിനിമയോടനുബന്ധിച്ച് ദിലീപ് ഫാൻ സംഘടിപ്പിക്കുന്ന
വെൽഫെയർ പ്രോഗ്രാമിന് വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ വേണുചേട്ടൻ്റെ മകൾ അനുമോളുടെ അസുഖം നമുക്കെല്ലാവർക്കും അറിയാം. ഈ പിഞ്ചു കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കായി ദിലീപ് ഫാൻസ് വർക്കല ഏരിയ കമ്മിറ്റി സ്വരൂപിച്ച ധനസഹായം ഇന്ന് നൽകുകയാണ്. ഈ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാനെത്തിയ എല്ലാ അതിഥികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പോടാ, എവിടെയായിരുന്നു നീ? ഇവൻ്റെ കേടാ ഫാൻസിലെടുത്തത്. ഓരോ ഉടായ്പുണ്ടല്ലോ അവൻ്റെ. അങ്ങനെ നമ്മളൊരു സ്വപ്നം നടന്നല്ലേ അളിയ? എല്ലാം നിന്റെ എഫർട്ടാടാ കുഞ്ഞു. ഓ, എൻ്റെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും എഫേർട്ട്. ഇതൊക്കെ ദിലീപേട്ടൻ അറിയായിരിക്കും അല്ലേ? പിന്നെ അത് ദിലീപേട്ട അറിയും. അല്ലെങ്കിൽ റിയാസ് അറിയിച്ചേക്കും. ചിലപ്പോൾ ദിലീപേട്ട വിളിച്ചാലായേ. 50,000 രൂപ. എന്താ? ഓ 50,000 രൂപ ഇന്ന് കൊടുത്തത്. തന്നെ തന്നെ. അപ്പോഴേ സമയം കളയണ്ട, വൈകുന്നേരം ഇറങ്ങണം. കിടന്ന് ഉറങ്ങല്ലേ കേട്ടോ. ഹേയ്, ഞാനാ. ഹലോ, എവിടെയാടേ നീ? അളി 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 ഇപ്പൊ വരാം. ശ്രീ എവിടെയാ? ഇല്ലടേ, അവനെ കണ്ടില്ലടാ. വിളിച്ചിട്ട് കിട്ടിയതുമില്ല. ഓ, ഞാനിവിടെ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നറിയോ? ഓ ശരി, ഇറങ്ങി. ശിവോ, എന്തൊക്കെ ഉണ്ടല്ലേ വിശേഷങ്ങള്? എത്ര നേരമായടേ നിന്നെയൊക്കെ കാത്തു നിൽക്കും. സോറി അളിയാ, ഒന്ന് ക്ഷമിച്ചാളാ. ശ്രീ എവിടെ? അവൻ എങ്ങോട്ടോ പോയിരിക്കുക. ഞാൻ വിളിച്ചിരുന്നു. കുഴപ്പമില്ല, അവനിങ്ങ് എത്തിക്കോളും. സാധനമൊന്നുമില്ലേടേ? ഒന്ന് അടങ്ങടേ. ഓ ശരി അളിയാ. അവളെ ഡെലിവറി ഒന്ന് കഴിഞ്ഞോട്ടെ. നീ വന്നേ, ഭംഗിയായിട്ട് നടക്കട്ടെ. ഓ മതി. നീ പേടിക്കണ്ട. മതി. ശരി, ഒരാളും കൂടെ വരാണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യ് പ്ലീസ്. ഓക്കെ. അപ്പോൾ നീ നാളെ ഒരു അച്ഛനാവാൻ പോവുകയാണ്. എന്നിട്ടാണ് ഇതിനകത്തൊക്കെ ഒതുക്കിയത്. നീ ഒന്ന് സമാധാനപ്പെടും. ഇങ്ങോട്ട് വാടേ. പിന്നെ വന്നേ. കാണുന്നുണ്ടോ? അവിടെ ഉണ്ടോ? അവിടെ വേണം നമുക്ക് ആ ബാനർ കിട്ടാൻ, ആ വെൽക്കം ബാനർ. ഓക്കെ ഡാടാ, അത് തന്നെ കിട്ടുന്നത്. നീ വിട്ടേ, ഇങ്ങോട്ട് പോയി. പിന്നെ അവിടെ പിടിച്ച് പൊക്കെടുത്ത് അല്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ. നീ ഇറങ്ങി വാ. ആരടേ? അവൻ പല കോലവും പറയും. നമുക്ക് ഹലോ, വലത്തെ സൈഡ് വെച്ചാൽ മതി. ജോസേട്ടാ, ജോസേട്ടാ കുറച്ച് തിരക്കായിപ്പോയി കേട്ടോ. പ്ലീസ് ഞാൻ നാളെ ഉറപ്പായിട്ട് കൊണ്ടുവരാം ജോസേട്ടാ, ഉറപ്പായിട്ട് കൊണ്ടുവരാം. പ്ലീസ് ജോസേട്ടാ, ഹലോ ചേട്ടാ, ഞാൻ പറയുന്നു പ്ലീസ് ചേട്ടാ, ഒന്ന് ഇല്ല എന്നാ ഇല്ല ചേട്ടാ, ഉറപ്പായിട്ട്. ഹലോ ഷിറ്റ്. എന്താ 10,000 രൂപ പലിശയ്ക്ക് എടുത്തില്ലേ? ഡേറ്റ് ആയിരുന്നു. അതെന്നായിരുന്നല്ലേ? നാളെ കൂടുതൽ പണിയൊന്നാ പറയുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്താ ചെയ്യും? ഒരു ഐഡിയ ഇല്ല. ആരെങ്കിലും വിളിച്ചു നോക്കാമല്ലേ? നീ വിളിച്ചു നോക്ക്. വിളിക്കേ.
പിന്നെ നിന്റെ എന്തെങ്കിലും മറിക്കാൻ പറ്റുമോ? നമ്മളിരുന്ന് എല്ലാം കൂടെ എല്ലായിടത്തടാ 50,000 കൊടുത്തു. അതും ശരിയല്ല. ആണല്ലേ? കാര്യം ചെയ്യാം, വിളിച്ചു നോക്കട്ടല്ലേ? നീ വിളിക്കേ, ഞാൻ ഫ്ലെക്സിൻ്റെ കാര്യം നോക്കട്ടെ. ഹലോ ശിവേട്ട, കുഞ്ഞുവാണ്. ആ എന്താടാ കുഞ്ഞു, പറയേ. ചേട്ടാ എവിടെയുണ്ട്? ഞാനിവിടെ തന്നെ ഉണ്ട്, കാര്യം പറയേ. ആഹാ, എനിക്കിത് കാണണമായിരുന്നല്ലോ ശിവേട്ടാ. ഇപ്പോഴോ? നീ ഇങ്ങോട്ട് വന്നേക്ക്, ഞാൻ ഈ ചിക്കിങ്ങിലുണ്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ, ആ ഞാൻ വരാം. ഇങ്ങോട്ട് പോരെ. ആ ഓക്കെ, ശരി ശരി ശരി, ഓക്കെ. ആരുടെ ചേട്ടാ വിളിച്ചത്? എൻ്റെ അയൽക്കാരന് ഒരു ഭയങ്കര സിനിമാ ഭ്രാന്തനാണ്. അവനൊരു ദിലീപ് ഫാൻ കൂടെയാണ്. MBA ഒക്കെ കഴിഞ്ഞ പയ്യനോ, പക്ഷെ എപ്പോഴും ഫാൻസ് എന്ന് പറഞ്ഞ് നടക്കുക. എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഇപ്പോൾ എന്തോ കാര്യമുണ്ട്, അതാ ഇപ്പോൾ വിളിച്ചത്. ആ വരട്ടെ. ആ കയറി വാടാ കുഞ്ഞു. എന്താ കുഞ്ഞു പ്രശ്നം? ശിവേട്ട, അത് നീ മടിക്കാതെ കാര്യം പറയേ. ശിവേട്ട, എനിക്കൊരു സഹായം ചെയ്യണം. നീ കാര്യം പറയേ. എനിക്ക് കുറച്ച് കാശ് വേണമായിരുന്നു. എത്രയാ നിനക്ക് വേണ്ടത്? ഒരു 10,000. അയ്യോ, 10,000 രൂപയോ? ഞാൻ കരുതി വല്ല 500 1000 ഒക്കെ ആയിരിക്കുമെന്ന്. ഇതിപ്പോൾ എനിക്കും നാളെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നോക്കാമായിരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, എനിക്കും ഇപ്പോൾ മറിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. മറ്റാരോടെങ്കിലും നീ ചോദിക്ക്. ഓക്കെ ഓക്കെ ശരി, ഓക്കെ. ഡാ, എന്തെങ്കിലും വന്ന് കഴിച്ചിട്ട് പോടാ. വേണ്ട ശരി. 10,000 രൂപ. ഇല്ലടാ, നടന്നില്ലൊന്നും. എന്താ ചെയ്യാന്നൊരു പിടിയില്ല. ആ സോറി സോറി, ഇറ്റ്സ് ഓക്കെ. ആ, നീ ഒരുപാട് ലേറ്റ് ആണല്ലോടെ. എന്ത് പറയാനളിയാ, ഭയങ്കര ട്രാഫിക് ബ്ലോക്ക്. ആ ഇരിക്ക്. അപ്പൊ നാളത്തെ പ്ലാൻ എന്താ? നാളെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, അവിടെ അവളങ്ങ് പ്രസവിച്ചോളും. ഓ ചിരിക്കണോടെ, തമാശയാ. ആ അത് വിട്. നാളെ നിങ്ങൾ രണ്ടാളും രാവിലെ അങ്ങ് എത്തില്ലേ? അളയാ, രാവിലെ ഞാൻ കാണത്തില്ല, വൈകുന്നേരം എത്തിക്കോളാം. നീയോടാ? ഞാൻ രാവിലെ തന്നെ എത്തിക്കോളാം. അളിയാ, നീ ഇതൊന്ന് നോക്ക്. ഓക്കെ. വെയിറ്റർ. അവിടെ ഫ്ലെക്സിൻ്റെ ഫോട്ടോ ഗ്രൂപ്പ് വന്നു കേട്ടോ. നടന്നില്ലല്ലോ. നീ വന്നേ. ആ എന്താടാ? കണ്ടോ മരുന്ന് പൈസ വാങ്ങിച്ചോണ്ട് എന്താടാ? ഡാ, വീട്ടുകാർക്ക് വേണ്ടി മേടിച്ചാടാ. അത് ഞാൻ എന്ത് ചെയ്യാൻ? നീ എന്തിയാ പോണു? അറിയില്ല. ഞാൻ ജീവിതത്തിൽ ഈ സാധനം ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. ഇത് കൊണ്ടുപോയി കാര്യം നടക്കട്ടെ. വേണ്ടളയാ, കൊണ്ടുപോടാ. താങ്ക്സ് അളിയാ. ഓഹോ, ശരി ശരി ശരി. ശിവൻ, ഇങ്ങ് വന്നേ. വൈഫിൻ്റെ കാര്യത്തിൽ ഒരല്പം കോംപ്ലിക്കേഷൻ ഉണ്ട്. എന്താ ഡോക്ടർ? എമർജൻസി ആയിട്ട് നമുക്കൊരു ഓപ്പറേഷൻ വേണ്ടി വരും. അത്യാവശ്യമായിട്ട് ബ്ലഡ് അറേഞ്ച് ചെയ്യേണ്ടി വരും. അയ്യോ, അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവാണ്. അതറിയാം ശിവൻ, പക്ഷേ നമുക്കിവിടെ ബ്ലഡ് ബാങ്കിൽ O നെഗറ്റീവ് അവൈലബിൾ അല്ല. എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്തേ പറ്റൂ. മാക്സിമം പോലെ ഒരു 2 മണിക്കൂർ നമുക്കിത് നീട്ടി വയ്ക്കാം. ശരി. എടാ, ശരിക്കല്ലേ?
ഒരു മിനിറ്റ്, കുറച്ച് ക്യാഷ് എടുത്ത് വെച്ചേക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആ ഓക്കെ, ഞാൻ പോയിട്ട്. ആ ശരി. അളിയടിയെ കഴിഞ്ഞോ? ആണാ പെണ്ണാ? ടാ കുറച്ച് കോംപ്ലിക്കേറ്റഡാ. അതിലിപ്പോൾ ഞാനെന്ത് ചെയ്യാൻ അളിയായിരുന്നു? നോക്കട്ടെ ഞാൻ. നമ്മുടെ ഗ്രൂപ്പ് ഏത് ഓ നെഗറ്റീവാ? ഓ ശരി, ഞാൻ നോക്കട്ടെ നോക്കട്ടെ. നീ വിഷമിക്കാതെ, ഞാൻ മാക്സിമം നോക്കാം. ഓക്കെ ശരിയാവും. ആ ഓക്കെ ഓക്കെ. നീ വെച്ച് ഒരു മിനിറ്റ്. ഹലോ. ഹലോ, ദിലീപ് ഫാൻസിൻ്റെ ആളല്ലേ? ആ അതെ. ഞാൻ നിങ്ങളുടെ നമ്പർ കണ്ടിട്ട് വിളിക്കുക. ഒരു ഡെലിവറി കേസിൻ്റെ ആവശ്യത്തിനാണ്. അത്യാവശ്യമായിട്ട് കുറച്ച് ബ്ലഡ് വേണമായിരുന്നു. ആഹാ. ഓ നെഗറ്റീവാ, വളരെ അത്യാവശ്യമായിരുന്നു. ഓ ആണോ? റോഷ. ഹലോ. ആ പറയട്ടാ. ഇവിടെ മംഗള ഹോസ്പിറ്റലാണ്. ആണോ? ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പം തിരിച്ചു വിളിക്കാം. ഓക്കെ ഓക്കെ, ഒന്ന് നോക്കിയിട്ടൊന്ന് വിളിക്കൂ. ആ ഉറപ്പായിട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. എന്താടാ? ഡാ ബ്ലഡിന് വേണ്ടിയിട്ടാണ് വിളിച്ചിരുന്നടാ. ആരാ വിളിച്ചത്? അറിയില്ല, നമ്പർ എൻ്റെ വിളിച്ചതാ. ഓ നെഗറ്റീവാ. പയ്യന്മാരാരെങ്കിലും ഒന്ന് വിളിച്ചു ചോദിച്ചാലോ? ഈ സമയത്ത് എല്ലാം തിയേറ്ററിലായിരിക്കും. ഇനി എന്താ ചെയ്യപ്പോ? കാര്യം ചെയ്യ്, നീ വാ, ഞാൻ വിളിച്ചില്ല. ഹലോ. ആ ചേട്ടാ, ഞങ്ങൾ ലിസ്റ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഉടനെ തിരിച്ചു വിളിക്കാം ഞാൻ. ഓക്കെ. ആ എന്തായി? ആകെ 4 പേരുള്ളത്. ഷിനു, റിയാസ്, ശരത്ത്, മനു. ദുബായി പോയില്ലേ? അവൻ കയ്യിൽ നിന്ന് പോയി. പിന്നെയുള്ള ശരത്ത്, റിയാസ്, മനു. നീ ഒരു കാര്യം ചെയ്യും, ഈ ശരത്തിനെ വിളിക്കും. ഞാൻ റിയാസിനെ വിളിച്ചോട്ടെ. ആണോ? പക്ഷേ ബ്ലഡിൻ്റെ ആവശ്യമൊന്നുണ്ടായിരുന്നടാ. ഓ നടക്കത്തില്ല. 2 മണിക്കൂറിനകത്ത് ബ്ലഡ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ശരി, ഞാൻ വിളിക്കാം. ഡാവൻ ഓർഡർ ചെയ്തോളാം. മറ്റെന്തായി? എടാ അവൻ 2 ആഴ്ച പോയി കൊടുത്തേ ഉള്ളൂ. ഇപ്പോൾ ഹോസ്പിറ്റലാണ്. അല്ലെങ്കിൽ തന്നെ ഈ കാര്യം ചെയ്യ്, മനുവിനൊന്ന് വിളിച്ചു നോക്കി. അവൻ കുളം തുറക്കത്തില്ല. ഞാൻ വിളിച്ചു നോക്ക്. എടുത്തണക്ക് തന്നെ സ്വിച്ച് ഓഫ് ആണ്. നീ അവൻ്റെ വീട്ടിൽ പോ. എടാ ഇനി അവൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ ഇവിടെ നിന്ന് പോകണമെങ്കിൽ 1/2 മണിക്കൂർ, തിരിച്ചവിടെ വരണമെങ്കിൽ 1/2 മണിക്കൂർ. നമ്മളവിടെ ചെല്ലുമ്പോൾ അവ ഇല്ലെങ്കിലാ. എന്തായാലും പോയാലേ പറ്റൂ. നീ വാ. ശരി പെട്ടെന്ന് വണ്ടി പോവാം. ഹലോ. ആ ചേട്ടാ, എന്തായി? ഇല്ല ഞങ്ങൾ ഓൺ ദ വേണം. ഇവിടെ എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ്. എത്രയും പെട്ടെന്ന് ശരിയാക്കുന്ന വലിയ ഉപകാരം. ആ ഒരു പയ്യനുണ്ട്. ആ നമ്മൾ ഉറപ്പായിട്ട് ഒരു 10 മിനിറ്റ് ഇപ്പം തിരിച്ചു വിളിക്കാം. ആ ഒന്ന് നോക്കിയിട്ട് ഒന്ന് വിളിക്കൂ. ആ നിങ്ങൾ വേറെ അന്വേഷിച്ചായിരുന്നോ? ആണോ? ഞങ്ങളിവിടെ ഗേറ്റ് അടച്ചിടക്കെ ഏട്ടാ. ഒരു 10 മിനിറ്റ് ഉറപ്പായിട്ട് കൺഫേം പറയാം. ഓക്കെ. ആ ശരി ഓക്കെ.
ആരുമില്ല എന്തോ. വരുന്നു. ആ ഡാ പിന്നെ മനു എന്തിയെ? മനുഷ്യയുടെ ചെന്നൈയിലൊരു ഇന്റർവ്യൂവിന് പോയല്ലോ. ചെന്നൈയിൽ ഒരു 5 മിനിറ്റ് ആയി കാണത്തേ ഉള്ളൂ. അവൻ്റെ മൊബൈൽ എന്തിയെ? മനുഷ്യട്ടൻ്റെ ഫോൺ എന്തോ കംപ്ലൈന്റ് എന്നാ തോന്നുന്നത്. ടൈം കളണ്ട, നീ വാ. എന്ത് പറ്റി? ഒന്നുമില്ല ഓക്കെ. നിർത്ത്. എടാ നീ ഇത് എവിടെയായിരുന്നു? നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? ഒന്നും വന്നേ. എടാ അത്യാവശ്യമായിട്ട് ഓനെ വെച്ച് ബ്ലഡ് വേണം. ഈ സമയത്ത് എനിക്ക് ചെന്നൈ ഒരു അത്യാവശ്യമായിട്ട് പോകണം. അങ്ങനെ പറയല്ലേ പ്ലീസ്, വന്നേ പറ്റൂ. എന്റെ ജീവന്റെ കാര്യടാ, ഒന്ന് പറയടാ അവനോട്. നിനക്കറിയാലോ ആളെയാ, ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി ആളെ. പ്ലീസ് മനസ്സിലാക്കണം. എടാ ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. കുഞ്ഞു നിനക്ക് എന്റെ സാഹചര്യം മനസ്സിലാവാത്തോണ്ടാ. പ്ലീസ് ഒന്ന് പാടാ, രണ്ട് ജീവന്റെ കാര്യമാടാ. പറ്റത്തില്ല. എന്തുവാടാ റോഷൻ, നീ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും. എൻ്റെ വീട്ടിലെ അവസ്ഥ നിനക്ക് നല്ല രീതി അറിയാമല്ലോ. എങ്ങനെയെങ്കിലും എനിക്ക് പോയേ പറ്റൂ. വീട്ടിലെ അവസ്ഥയാണെങ്കിൽ വളരെ മോശമാണ്. കാശും കൊടുത്തു. നീ അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും. നിന്റെ വീട്ടിൽ സംഭവിക്കുമ്പോൾ നീ തന്നെ പറയടാ. ഞാനൊന്നും പറഞ്ഞു നടക്കുന്നവൻ. രണ്ട് ജീവന്റെ കാര്യമാടാ, ഒരു അമ്മയും കുഞ്ഞിന്റെ കാര്യമാടാ. റോഷൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കളെ. എന്തോ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്തോണ്ടല്ലേ അറിയാ. കുഞ്ഞു, എന്ത്? എന്റെ രക്തം എങ്ങോട്ടത് കയറുന്നു? നിന്റെ രക്തം വേണ്ടെങ്കിലേ? രക്തദാനം മഹാദാനം. വണ്ടി വിടടേ, അങ്ങോട്ട് കേറിയിരി. ഓ ഹലോ. ആ ശരിയായോ? ഓഹ് താങ്ക്സ്. ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. അതെ, മംഗൾ ഹോസ്പിറ്റൽ. ആ അവിടെ ഞങ്ങളവിടെ ഉണ്ട്. ആ വേഗം വാ. ഓക്കെ. നീ ടെൻഷൻ ആവണ്ട, എല്ലാം ശരിയായിട്ടുണ്ട്. ബ്ലഡിൻ്റെ കാര്യങ്ങളെല്ലാം. നീ ടെൻഷൻ ആവണ്ട. നീ അവിടെ മേലോട്ട് നോക്കും. നീ ധൈര്യമായിട്ടിരിക്കും. ഞാൻ അവനെ കൊണ്ട് അങ്ങോട്ട് വന്നു. നീ അങ്ങോട്ട് ചെല്ലും. ഓക്കെ. ആ ചേട്ടാ, ഞങ്ങൾ ഹോസ്പിറ്റൽ ഫ്രണ്ട് എത്താറായി. ആ ഫ്രണ്ട് നിൽപ്പുണ്ടല്ലോ. ആ ഓക്കെ. ആ ബ്ലഡിന് വേണ്ടി വിളിച്ചേട്ടല്ലേ? ആ എൻ്റെ പേര് കുഞ്ഞു, എന്നെ വിളിച്ചിരുന്ന കേട്ടോ. ഓക്കെ, ഇതാണ് പയ്യൻ ബ്ലഡ് കൊടുക്കുന്നത്. ഓക്കെ, ആ വേഗം വാ. ആ ചേട്ടാ, അപ്പോൾ നമുക്ക് പോകാൻ ഒത്തിരി ധൃതിയുണ്ട്. അപ്പോൾ നമുക്കവിടെ കുറച്ച് പരിപാടി നടക്കുകയാണ്. ഡാ നീ പോകുമ്പോഴത്തേക്കേ നീ വിളിച്ചാൽ മതി. അമ്മ ഒന്ന് എടുത്തോളൂ നിന്നെ. ഓക്കെ ശരി, ബൈ. ഓക്കെ താങ്ക്സ്. വളരെ ഉപകാരമുണ്ട്. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഒന്നല്ല 2 ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. നിങ്ങളുടെ ഈ വലിയ മനസ്സിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നോടല്ല ചേട്ടാ നന്ദി പറയേണ്ടത്. എന്നെ തേടി പിടിച്ച് ഇവിടെ എത്തിച്ച അവനോടാണ് നന്ദി പറയേണ്ടത്. ആർക്കോ വേണ്ടി അവൻ ഇത്രയും ടെൻഷൻ അടിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വരാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ഒരു എഫേർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ എത്തിയത്. ഞാനൊരു ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് നിൽക്കുകയായിരുന്നു. അത് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ചേട്ടാ. ഞാൻ വലിയ ഉപകാരം. കാശ് എന്തെങ്കിലും? അയ്യോ ഇല്ല ചേട്ടാ, നമ്മൾ ബ്ലഡ് ഡൊണേഷൻ നമ്മൾ ക്യാഷ് എടുക്കാറില്ല. എടാ ഫുള്ളാന്ന് തോന്നുന്നു. ആണോ? ഓ രക്ഷപ്പെട്ടു. എന്തായാലും ഫുള്ളായിരിക്കുമല്ലേ? ഓ സിനിമ എന്തായാലും ഓടിയാൽ മതിയായിരുന്നു. ഈ ഓടിയോ പോരേ? ഓ മതിയേ. നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? ആ പിന്നെ ഇത്രയും ബുദ്ധിമുട്ടിയെങ്കിലും ഈശ്വരൻ്റെ കൃപ കൊണ്ട് അവസാനം എല്ലാ കാര്യങ്ങളും സക്സസ് ആയില്ലേ? ആഘോഷിക്കണം, തീർച്ചയായിട്ടും ആഘോഷിക്കണം. നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും വിളിക്കണം. അതിലൊന്നും യാതൊരു കുറവും ഒരു ഗ്രാൻഡ് ആയിട്ട് തന്നെ.
അതിലെല്ലാം നിന്റെ ശ്രദ്ധയും ആ വണ്ടി ശ്ശേ. ഡാ, എന്താണ് Sorry, കുഞ്ഞു sorry, ഇത്? ചേട്ടാ. ഒരു ജോലി ഇല്ലാതെ രാവിലെ ഇറങ്ങി. എടേ ഇത് ആ പയ്യനല്ലേ? ഏത് പയ്യൻ? ഡാ, ഇത് കുഞ്ഞു. ഫാൻസ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കറങ്ങി നടക്കുന്ന പൊട്ട പയ്യൻ. ഒരു ഉപയോഗമില്ല ഇവനെയൊക്കെ കൊണ്ട് ആർക്കും. ഇവനൊക്കെ ആയിട്ട് നീ കമ്പനി എന്നൊക്കെ വെച്ചാ കഷ്ടമായിട്ട് നിന്റെയൊക്കെ കാര്യം. നീ എന്താടാ ശിവായി പറയുന്നത്? നിന്റെ ഭാര്യയും കുഞ്ഞും ഇന്ന് ജീവനോടെ ഇരിക്കുന്ന തന്നെ ആ പയ്യന്റെ കാരുണ്യം കൊണ്ടാണ്. എടാ, അതിന് അവൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? നീ ആ കുഞ്ഞിനെ ഒന്ന് വിളിച്ചേ. ആ കുഞ്ഞു എവിടെ നിൽക്കേടാ? നിങ്ങളവിടേക്ക്, ഞാനങ്ങോട്ട് വരാം. ആ മമ്മൂട്ടി പോലെ ഉണ്ട് കേട്ടോ നീ. ശിവട്ടൻ കണ്ടില്ലേ? ആ എന്തൊക്കെയുണ്ട്? ആ സുഖം. ആളെ മനസ്സിലായില്ലേ? പിന്നെ ശിവേട്ടൻ, നിങ്ങൾ തമ്മിൽ? നിങ്ങൾ ബ്ലഡ് കൊടുത്ത് സഹായിച്ചത് പുള്ളിയുടെ വൈഫിന് വേണ്ടിയായിരുന്നു. ശിവേട്ടാ, അത് ശിവേട്ടന് വേണ്ടിയായിരുന്നു? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. ഇതൊക്കെ നമ്മുടെ ഫാൻസ് പ്രവർത്തനത്തിലുള്ളതാണ്. നമ്മൾ ആരെയും ഹെൽപ്പ് ചെയ്യും ശിവേട്ടാ. എന്നോട് ക്ഷമിക്ക്. കുഴപ്പമില്ല ശിവേട്ടാ, ഒന്നും സംഭവിക്കാതെ എല്ലാം നന്നായില്ലേ? വാഗു, സത്യത്തിൽ നിങ്ങൾ ഫാൻസ് അസോസിയേഷൻ്റെ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇതിപ്പോൾ എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. സോറിയടാ, ഞാനത് മന്ദഹാസം ചുണ്ടിൽ നൽകാൻ മന്നനാണീ സൂപ്പർ താരം. ഞാൻ ചക്രവർത്തി, അശോക ചക്രവർത്തി. കുട്ടികൾക്കും വീട്ടുകാർക്കും ഇഷ്ടമോടെ വന്ന താരം. പല 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 വേഷം കെട്ടി തലങ്ങും വിലങ്ങും മിമിക്രി കാട്ടി സിനിമാ നടനായ താരം. ഇറങ്ങി നിന്ന സ്റ്റാറുകളെ ചിരിയമിട്ടാൽ കടത്തിവിട്ടി ജനപ്രിയനായ താരം. മന്ദഹാസം ചുണ്ടിൽ നൽകാൻ മന്നനാണീ സൂപ്പർ താരം. കുട്ടികൾക്കും വീട്ടുകാർക്കും ഇഷ്ടമോടെ വന്ന താരം. സൈന്യമെന്നൊരു ജോഷി സിനിമയിൽ വന്നതോ ചെറുവേഷമായി. നായക നടമോഹമെന്നതു മാനത്തെ കൊട്ടാരമായി. സല്ലാപം സിനിമയിൽ ജൂനിയർ
സൂപ്പർ താരം. കുട്ടികൾക്കും വീട്ടുകാർക്കും ഇഷ്ടമോടെ വന്ന താരം. പല 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 വേഷം കെട്ടി തലങ്ങും വിലങ്ങും മിമിക്രി കാട്ടി സിനിമാ നടനായ താരം. തിളങ്ങി നിന്ന സ്റ്റാറുകളെ ചിരിയമിട്ടാൽ കടത്തിവിട്ടി ജനപ്രിയനായ താരം.